ഹായ് ഹലോ ന്യൂസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നു. ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് നൽകിയതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് നോക്കാം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്. ആദ്യം നമുക്ക് നോക്കുന്നത് സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ടാണ് നോക്കുന്നത്. ഫസ്റ്റ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് ഇന്ന് നൽകുന്ന മെസ്സേജ് എന്താണ്? ഓക്കെ, 3 കാർഡ്സ് ആണ് എടുക്കുന്നത്. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇന്നേ ദിവസം നൽകുന്ന മെസ്സേജിൽ കൺട്രോൾ എന്നുള്ള മെസ്സേജാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ എനർജിയിൽ വിശ്വസിക്കുക, നിങ്ങളുടെ ആത്മബലത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, ധൈര്യമായിട്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഗ്രോത്ത് വരും, പക്ഷേ നിങ്ങൾ ടെൻഷനായിരിക്കാതെ നിങ്ങൾ വിശ്വാസത്തോടു കൂടിയും നിങ്ങൾ സ്ട്രെങ്തോടു കൂടിയും നിങ്ങൾ ഇരിക്കുക. നിങ്ങളുടെ ഉള്ളിലൊരു ആത്മാവുണ്ടല്ലോ, ആ ആത്മാവിൽ നിങ്ങൾ ധൈര്യപ്പെടുക. ഓക്കെ, എന്ത് വന്നിരുന്നാലും നേരിടാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ നിന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കും. തളർന്നു പോയി എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് നിന്നും ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ അതിൽ അല്പമെങ്കിലും വിശ്വാസം വേണം. ഉറച്ച വേരുള്ള ഒന്നിന് മാത്രമേ മുകളിലോട്ട് വളർന്നു കയറാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഉറച്ച വേരാക്കി വെച്ചിരിക്കുന്ന യൂണിവേഴ്സിൻ്റെ കൈയാണ്. യൂണിവേഴ്സാണ് വന്ന് താങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഉറപ്പുണ്ട് എന്ന് പറയുന്നത്. ഉറച്ച വേരുള്ള ഒന്നിന് മാത്രമേ എത്ര അതിൽ നിന്നും കൊഴിഞ്ഞു പോയിരുന്നാലും ആ വേരിനിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് ഉയരത്തിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളിൽ ഒരു വിശ്വാസം കൊണ്ടുവരിക, ധൈര്യത്തോടു കൂടി നിങ്ങൾ നിൽക്കുക. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഭയത്തെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക, നിങ്ങളുടെ നെഗറ്റീവ് തോട്ടുകളെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഗ്രോത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും. ഓക്കെ, രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നത് കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചില കാര്യങ്ങൾ അടഞ്ഞിരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങളാൽ മൂടിയിരിക്കുന്ന ചില സന്ദർഭങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. അതിലെല്ലാം ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് വരും. ഓക്കെ, ചെയറിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുക, ഞാൻ ചെയറിലാണല്ലോ, എനിക്കത് മുന്നോട്ട് പോകാൻ കഴിയാത്ത വണ്ണം പല ബന്ധനങ്ങളായാലും നിങ്ങളിങ്ങനെ മൂടിയിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് വരുന്ന ഒരു സമയം നിങ്ങൾക്കുണ്ടാകും. എല്ലാം ഓപ്പൺ ആകുന്ന ഒരു സമയം നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാകും. ഒരു ഗ്രോത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. ഓക്കെ, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ജീവിതത്തിലൊരു ഗ്രോത്ത് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് സ്ഥാനങ്ങളും നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പാഷനെ മുറുകെ തന്നെ പിടിക്കുക. നിങ്ങളുടെ മനസ്സ് ചഞ്ചലപ്പെട്ടു പോകാതെ വണ്ണം നിങ്ങൾ നിൽക്കുക. നിങ്ങൾക്ക് ഗ്രോത്ത് തന്നെ ഉണ്ടാകും. സാമ്പത്തികപരമായിട്ട് ജോലി സംബന്ധമായിട്ടും നിങ്ങൾക്കൊരു ഉയർച്ച വരുന്നുണ്ട്. ഇതുവരെയും നിങ്ങളുടെ മുന്നിൽ അടഞ്ഞിരുന്ന പല വഴികളും നിങ്ങൾക്ക് തുറക്കപ്പെടാൻ പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് പ്ലീസ് കേൾമി മദർ ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിലെ പാസ്റ്റിനെ നിങ്ങൾ വിട്ട് കളഞ്ഞെങ്കിൽ മാത്രമേ, ഓക്കെ, നിങ്ങളുടെ പാസ്റ്റിനെ നിങ്ങൾ ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ വിട്ട് കളയണം. അതിനെ കഴുകി കളഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രോത്ത് വരാൻ സാധിക്കുകയുള്ളൂ. പഴയ തുണിയുടെ കൂടെ പുതിയ തുണി തുന്നിൽ കെട്ടിയാൽ അതും ദ്രവിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പഴയ തുണിയെ പൂർണ്ണമായും ഉപേക്ഷിച്ചതിന് ശേഷം ദ്രവിച്ച് പൊടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന പല സാഹചര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഇന്നത്തെ ദിവസവുമായിട്ട് നിങ്ങൾ ചേർത്ത് വയ്ക്കാതിരിക്കുക. പഴയതിനെ പഴയതാക്കി മാറ്റിക്കളയുക. പുതിയ ദിവസം ഇന്നത്തെ ദിവസവും പഴയ ദിവസവുമായിട്ട് തുന്നിക്കെട്ടി വെക്കാതെ ഇരിക്കുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. ഓക്കെ, പഴയ തുണിയോടൊപ്പം പുതിയ ദിവസത്തെ കൂടി നിങ്ങൾ തുന്നി വെച്ചാൽ രണ്ടും നിങ്ങൾക്ക് ദ്രവിച്ചു പോകുന്നതിന് തുല്യമായി പോകും. അതുകൊണ്ട് തന്നെ പഴയ കാര്യങ്ങളെ നിങ്ങൾ പൂർണ്ണമായും വിട്ടുകളഞ്ഞിട്ട് പുതിയതിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ
പുതിയ ഗ്രോത്തുകൾ ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് അനുഗ്രഹം നിങ്ങളെ തേടിയെത്തും. പക്ഷേ പഴയ ജീവിതത്തിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ നിങ്ങളിൽ ബാക്കി നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചില തടസ്സങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, തോട്ടുകളെ നമുക്ക് ക്ലാരിറ്റി കൊണ്ടുവരാം. പ്ലീസ് കേഡിമി മദർ യൂണിവേഴ്സ്. നമുക്കതിനെ വിട്ട് മുന്നോട്ട് പോകാം. അപ്പം നമുക്ക് അടുത്ത നോക്കാം. പ്ലീസ് കേഡിമി മദർ യൂണിവേഴ്സ്. റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് എൻ്റെ വ്യൂസിന് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണ്? റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് എൻ്റെ വ്യൂസിന് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് കേഡിമി മദർ യൂണിവേഴ്സ്. ഒരു ന്യൂ വിഷൻ ആണ് വന്നിരിക്കുന്നത്. പ്ലീസ് കേഡിമി മദർ യൂണിവേഴ്സ്. ഗൈഡൻസ് വന്നിട്ടുണ്ട്. പ്ലീസ് കേഡിമി മദർ യൂണിവേഴ്സ്. പ്രൊജക്ഷൻ, പുതിയ കാഴ്ചയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. റിലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരുക്കി തരുന്നത് പുതിയ ഒരു കാഴ്ചയാണ്. നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്തതായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച. നിങ്ങളുണ്ടായിരുന്ന പഴയ മനുഷ്യനെ നിങ്ങൾ മാറ്റിക്കൊണ്ട് ഒരു ഉയർച്ച, ഒരു ചാട്ടം ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മറ്റ് പല കാര്യങ്ങളെയും നിങ്ങൾ കാത്തിരുന്നതെല്ലാം, ഇത്രയും നാൾ കാത്തിരുന്ന നിരാശയെ തള്ളി മറിച്ച് വിട്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ കാത്തിരുന്ന് ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കുറേ നാളായിട്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾ മുന്നോട്ട് പോകുക, മൂവ് ഓൺ ചെയ്യുക. നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യാതെ നിങ്ങൾ മുന്നോട്ട് യാത്ര തുടരുക. ഓക്കെ, യാത്ര തുടർന്നാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ഓക്കെ, അതാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഹെർമിറ്റിൻ്റെ എനർജിയാണ് ഈ കാണുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അടുത്തത് വന്നിരിക്കുന്നത് ഗൈഡൻസ് ആണ്. നിങ്ങൾക്ക് ചില വ്യക്തികളിൽ നിന്നും ഗൈഡൻസ് എടുക്കുക. നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഗൈഡൻസ് എടുക്കുക. ഗൈഡൻസ് എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് റിലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൗൺസിലിംഗ് എടുക്കുക. നിങ്ങൾക്ക് കൗൺസിലിംഗ് ആവശ്യമാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അത് സ്പിരിച്വലായിട്ടാണെങ്കിലും ശരി തന്നെ, അല്ലാതെയാണെങ്കിലും നിങ്ങളൊരു കൗൺസിലറിൻ്റെ അടുത്ത് പോകേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ചില വ്യക്തികളുമായിട്ട് നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ക്ലാരിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. റിലേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചില കാര്യങ്ങൾ അവ്യക്തമായിരുന്ന, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവ്യക്തമായിരുന്ന പല കാര്യങ്ങളും വ്യക്തമായി കാണുവാൻ പോകുന്നു. ഓക്കെ, സത്യം കള്ളമായി ഇരുന്ന പല കാര്യങ്ങളും മറഞ്ഞിരുന്നിട്ട് ചില പറ്റിപ്പുകൾ നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് പുറത്ത് വരാൻ പോകുന്നു. ഇവിടെ ഡബിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില ചീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ ചീറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ചില വ്യക്തികളുടെ ശരിയായ ഫേസ് നിങ്ങൾ കാണാൻ പോകുന്നു എന്നുള്ള ഒരു എനർജി കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ സത്യം പോലെ എല്ലാം കൊണ്ടുവരാൻ പോകുന്ന ഒരു എനർജിയാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നോക്കാം, നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ബിസിനസ്സോ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് എന്ത് എനർജിയാണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്? പ്ലീസ് കേഡിമി മദർ യൂണിവേഴ്സ്. ജോലി സംബന്ധമായും ബിസിനസ് സംബന്ധമായും എന്ത് എനർജിയാണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെ ജോലി സംബന്ധമായും ബിസിനസ് സംബന്ധമായും നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരിക്കലും വിഷമത്തോടു കൂടി നിങ്ങളുടെ സന്തോഷത്തെ നശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം സടകുടഞ്ഞ് എഴുന്നേൽക്കുക എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ പഴയ കാര്യങ്ങളെയൊക്കെ ഓർത്ത് നിങ്ങൾ എപ്പോഴും ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുക. ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക. ഇപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മാറ്റി വിഷമങ്ങളിലേക്ക് മാറ്റി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ സംഭവിച്ചു പോയതെല്ലാം വിട്ട് കളഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുക. ഇതിൽ നിങ്ങൾക്ക് ചില കുറ്റബോധങ്ങൾ നിങ്ങളെ പിൻവലിക്കുന്നതായി കാണുന്നു. നിങ്ങൾ ബിസിനസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ മാറ്റിവെക്കൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ മാറ്റിവെക്കൽ യൂണിവേഴ്സ് പറയുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ള ഒരു എനർജിയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് ഒന്നും ഇല്ലാണ്ടായി പോകുന്ന അവസ്ഥ
വരരുത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളതാണ് എന്ന് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇന്നത്തെ ദിവസത്തിൽ സന്തോഷിക്കുക. നമുക്ക് ഇന്നലെയുമില്ല നാളെയുമില്ല. നമ്മളുടെ കയ്യിലുള്ളത് ഈ ഒരു നിമിഷം മാത്രമാണ്. ഞാൻ ഈ റീഡ് ചെയ്യുന്നതും നിങ്ങൾ ഈ കേൾക്കുന്നതുമായിട്ടുള്ള ഈ ഒരു നിമിഷം മാത്രമേ നമുക്ക് സ്വന്തമായിട്ടുള്ളൂ. ഇന്നലെ എന്നുള്ളത് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയതാണ്. അതൊരിക്കലും നമ്മളിലേക്ക് ഇനി തിരിച്ചു വരില്ല. നാളെ എന്നുള്ളത് നമ്മുടെ ഒരു ഊഹം മാത്രമാണ്. നാളെ എന്നുള്ളൊരു ദിവസം, നാളെ എന്നുള്ളൊരു കാര്യം എന്നെല്ലാം നമ്മുടെ പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ്. അങ്ങനെ ഒരു കാര്യമുണ്ടോ എന്ന് നമ്മൾ നാളെ അവിടെ ചെന്നതിന് ശേഷം മാത്രമേ, അവിടെ ചെല്ലുക എന്ന് പറയുന്നതില്ല, ഇന്ന് എന്നുള്ള കാര്യം നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമേ നമുക്കറിയാൻ പറ്റൂ. അവിടെ ചെല്ലുമ്പോഴും നമുക്ക് ഇന്ന് മാത്രമാണ് ഉള്ളത്. നാളെ എന്നുള്ളത് വീണ്ടും നമുക്ക് നമ്മുടെ ഊഹം മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രവചനം മാത്രമാണ്. നാളെ എന്നുള്ളത് ഒരു പ്രവചനം മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഇന്ന് ജീവിക്കുക, ഇന്ന് സന്തോഷിക്കുക, ഇന്ന് നിങ്ങൾ സമ്പാദിക്കുക. നാളെ എന്നുള്ളതിലല്ല, ഇന്ന് നിങ്ങൾ സമ്പാദിക്കുക എന്നുള്ളത്. ഇന്ന് എത്രത്തോളം നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നോ അത്രത്തോളം നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾക്ക് ആവശ്യം അതെല്ലാം നിങ്ങൾ ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ ചെയ്യുക. എന്നാൽ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ സന്തോഷിപ്പിച്ചാൽ, നിങ്ങളുടെ ആത്മാവാണ് ഈ ഇരിക്കുന്നത്, ആ ആത്മാവിനെ സന്തോഷിപ്പിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് വന്നു ചേരും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം നമ്മുടെ ആത്മാവിനെ നമുക്ക് സന്തോഷിപ്പിക്കാം. അപ്പം ഇതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്. ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകില്ല. ചെറിയ റീഡിംഗ് ആണ്, മോർണിംഗ് റീഡിംഗ് ആയതുകൊണ്ട് വളരെ ചെറിയ റീഡിംഗ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.